മതി മതി മതി, ഈ കുന്ത്രാണ്ടൊന്ന് ഓഫ് ചെയ്തേ. താൻ ഇവിടെ കാലുകുത്തിയ പിന്നെ ഈ സ്വർഗത്തിന്റെ കറണ്ട് ബില്ലേ പെരുമ്പാവൂർ 5ാം കോടതിയിലെ സിറ്റിംഗ് മുടങ്ങുമ്പോ വക്കീലന്മാരെ ഓടിക്കയറുന്ന പോലെയാ കയറുന്നേ. ഒരു സിനിമ കഴിയുമ്പോ അടുത്തത് എന്താ ഇന്നച്ച ഇത്? എനിക്കിപ്പൊ കാണണം ആ ചങ്ങാതിയെ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ചങ്ങാതിയാ? അതാരാ? എനിക്കിവിടെ എൻട്രി പാസ് തന്ന് കയറ്റിവിട്ടില്ലേ ആ ചങ്ങാതി. എന്റെ ഈശോയെ, പത്രോസ്ലീഹ. അത് തന്നെ. ആ ശവിയെ വിളിക്കടോ. തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വിളിക്കാം. പീറ്റർ അച്ചോ കൂയ്. ആരാ എന്നെ സ്മരിച്ചത്? ദാ ഇവിടെ മരിച്ച സിനിമ ആണെന്ന ഈ പരേതാത്മാവാ സ്മരിച്ചേ. എടാ കിടാവേ, നീ കേൾക്കാനാ ഞാൻ പറയുന്നത്. എനിക്കൊരു പേരുണ്ട്, ഇന്നസെന്റ്. എന്നെ സ്നേഹത്തോടെ ഇന്നച്ചാന്ന് വിളിച്ചാ ഞാൻ വിളി കേൾക്കും. അല്ലാണ്ട് എന്റെ പരേതാത്മാവ് അശുദ്ധാത്മാവെന്ന് വിളിച്ചാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഈ വൃത്തികെട്ട സ്വഭാവം മാറാൻ വേണ്ടി തന്നെയാ വിളിച്ചത്. പരേതാത്മാവ് പരേതാത്മാവ് പരേതാത്മാവ്. എന്റെ അമ്മ ഏതായി? ഞാനൊന്നും പറയുന്നില്ല. പറയണ്ട. ചിത്രഗുപ്ത, നീ അടങ്ങ്, ചെല്ല്. എന്താ ഇന്നച്ചാ പ്രസന്റ് സിറ്റുവേഷൻ? എന്താ ഇപ്പൊ നിനക്ക് വേണ്ടത്? എനിക്കിവിടെ ബോറടിക്കുന്നു. എനിക്ക് എന്റെ കൂട്ടുകാരെ കാണണം. അവരെ എല്ലാം ഇവിടെ കൊണ്ടുവാ. മിസ്റ്റർ ഇന്നച്ചൻ, അതൊന്നും നടക്കില്ല. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. ഇവിടേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ ഓരോരുത്തർ അവരവരുടെ സമയമാവുമ്പോൾ വരും. അപ്പോ കണ്ടാ പോരെ? പോരാ. ഇവിടെ വന്നാൽ ഏതാഗ്രഹവും സാധിച്ചു തരൂന്ന് പറഞ്ഞിട്ട് ദേ പുണ്യാള വാക്ക് മാറിക്കഴിഞ്ഞാണ്ടില്ല. നിങ്ങൾക്ക് കുറെ പരിപാടിയില്ലേ? ഭൂകമ്പം, പ്രളയം, കൊറോണ, നിപ്പ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരിവിടെ എത്തിച്ചൂടെ? ഇവിടെ ബോറടിച്ച് ഞാൻ ചാവാറായി. അതാ. നിപ്പ അല്ലേ? ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. പെരുമ്പാവൂർ. ഇന്നച്ചാ, പെരുമ്പാവൂർ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്. പെരുമ്പാവൂരല്ലേ പെരുമ്പാവൂര്? എന്റെ ചാലക്കുടി മണ്ഡലത്തിലെ പെരുമ്പാവൂരല്ലേ? നിപ്പ പെരുമ്പാവൂർ, നിപ്പയും പെരുമ്പാവൂരും. നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടല്ലേ? നിപ്പ എന്ന് പറയുമ്പോ ആരെങ്കിലും പെരുമ്പാവൂരിനെ ഓർക്കൂ? അല്ലെങ്കിൽ തന്നെ പെരുമ്പാവൂരിന് ഇഷ്ടം പോലെ ചീത്തപ്പേരുണ്ട്. അല്ലടോ ഇന്നച്ചാ, നിപ്പ എന്ന് ടൈപ്പ് ചെയ്തപ്പോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നീപ്പ എന്നായിപ്പോയി. സെർച്ചിങ് ചെന്നെത്തിയത് പെരുമ്പാവൂർ ബാർ അസോസിയേഷന്റെ പേജിൽ. അവിടെ ഒരു മലയാളി മങ്കയുടെ പേരാ കാണുന്നത്. എടോ, ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാ എനിക്കൊരു തകർപ്പൻ ഐഡിയ തോന്നുന്നത്. എന്താണാവോ ഐഡിയ? ഈ പെരുമ്പാവൂർ ബാർ അസോസിയേഷനിലെ കുറച്ച് അടിപൊളി പിള്ളേരുണ്ട്. അവരൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് റീൽസ് എടുക്കും. അവരുടെ ഈ റീൽസ് വീഡിയോ സെർച്ച് ചെയ്ത തനിക്ക് തൻ്റെ ഒരുമാതിരിപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യാം. എനിക്ക് അവരുടെ റീൽസ് വീഡിയോ തൻ്റെ പേര് പറഞ്ഞ് സെർച്ച് ചെയ്യുകയും ചെയ്യാം. ഓ, തൻ്റെ ഒരു കാഞ്ഞ ബുദ്ധി. ഇത് കൊള്ളാടോ ഇന്നച്ചാ. ഇവരുടെ വീഡിയോസ് കണ്ടപ്പോൾ ഒരാഗ്രഹം. നല്ല വൈബുള്ള പിള്ളേരാ. നമുക്ക് അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ കൂടിയാലോ? അത് പൊളിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ പുണ്യാള. എന്ത് പ്രശ്നം? എന്നെ കണ്ട ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഞാനൊരു സെലിബ്രിറ്റി ആയിപ്പോയില്ലേ? സെലിബ്രിറ്റി. പുണ്യാളിന് കുഴപ്പമില്ല, കാരണം ഒരു മാൻജാതികളും പുണ്യാളിനെ തിരിച്ചറിയില്ല. അതുപോലെയാണോ ഞാൻ? ഓ, ഒരു സെലിബ്രിറ്റി. അതിന് ഈ ഞാനായിട്ടല്ലല്ലോ അവിടെ പോകുന്നത്. അതിനൊക്കെ വഴിയുണ്ട്. ഇപ്പൊ പോയ പെരുമ്പാവൂർ ബാറിലെ 2 വക്കീലന്മാരുടെ ശരീരം നമുക്ക് കടമെടുക്കാം. റെഡിയാണോടോ ഇന്നച്ചാ? ഞാൻ എപ്പോഴും റെഡി. എങ്കിൽ just close your eyes and feel the magic. In the name of the Father and of the Son and of the Holy Spirit. ഇതെന്താ ഈ ചില്ലുകൂട്ടില്? എന്താ പുണ്യാളിനൊരു മാറ്റം? ഇതാരാ? നമ്മളാരാ? ഒരു പിടിയും കിട്ടില്ലല്ലോ. ഇന്നച്ചാ, താൻ ടെൻഷൻ അടിക്കണ്ട. നമ്മളിപ്പോ നിൽക്കുന്നത് പെരുമ്പാവൂർ കോർട്ട് കോംപ്ലക്സിലാണ്. ഇതാരേ പയ്യൻ?
എന്നെ കണ്ടിട്ടൊരു വക്കീലൊക്കെ ഉണ്ട്. ഈശോയെ, തല്ലരുന്ന് മേടിക്കോ? പച്ച മലയാളത്തിൽ പറഞ്ഞ ആൾമാറാട്ടം, അതും വക്കീലന്മാരുടെ വേഷത്തില്. അതെ. അപ്പോഴേ ഇപ്പൊ ഞാനാരാ? ആ, എല്ലാം വഴിയെ മനസ്സിലാവൂ ഇന്നച്ചാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടക്കുന്നതും നടന്നതും ആൾമാറാട്ടം, പരകായ പ്രവേശം ചെറിയ സംഭവം അല്ല. ഗിരീഷ് സാറേ, സബിലേക്കാണോ? അതുക്കും മേലെ. അതേതാ സ്ഥലം? ഗിരീഷ്. കൃഷ്ണദാസേ, ആരേ കൃഷ്ണദാസ്? നിന്റെ കേസ് JCM 3 വിളിച്ചിട്ടുണ്ട്. ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നീ ആ BCയോട് ഡീറ്റെയിൽസ് ചോദിച്ചേ കേട്ടോ. ഈശോയെ, കൃഷ്ണദാസ. കൃഷ്ണദാസ്. എന്റെ ജീവിതം എന്തു പറ്റി ഇവർക്ക് രണ്ടുപേർക്കും? എന്തോ ഒരു വശപ്പിശക് പോലെ. ഈ ആൾമാറാട്ടം, പരകായ പ്രവേശം, ഇതൊക്കെ ഏത് വകുപ്പാ? എനിക്ക് ഗിരീഷ് സാർ വേണ പലപ്പോഴും ഒന്നും മനസ്സിലാവാറില്ല. എന്തൊക്കെയാണോ? ചിലപ്പോ ഈ പുള്ളി ഈ ലോകത്ത് തന്നെയാണോ എന്ന് എനിക്കും കലശലായ സംശയമുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഗിരീഷും, നീ കൃഷ്ണദാസ്. പുതിയ കേസ് കിട്ടിയോ സാറേ? പുതിയ കേസൊന്നുമല്ല. ഞങ്ങൾ ഈ കോർട്ടിന്റെ ഈ കോർട്ട് ഈ പേയ്മെന്റ് ആണോ ഉദ്ദേശിക്കണേ സാറേ? വെൽ ഡൺ. അത് തന്നെ, ഈ പേയ്മെന്റ്. ഈ പേയ്മെന്റ് ഒക്കെ നടപടിയാവോ? പിന്നെ സൂപ്പർ അല്ലേ, പൊരിക്കും. അപ്പൊ ഗംഭീരാവൂലേ? എവിടെന്ന്? എടോ, താൻ കാളവണ്ടി കണ്ടിട്ടുണ്ടോ? കണ്ടണ്ട്. താൻ അതിന്റെ ചക്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വീതി കുറഞ്ഞ തടിയുടെ ചക്രം. എനിക്കറിയാൻ. ആ ചക്രം മാറ്റി അവിടെ അലോയ് വീലും റേഡിയൽ ടയറും ഒക്കെ ഇട്ടാൽ എന്താവും? നല്ല സുഖാവും. ആർക്ക്? വണ്ടിക്കാരൻ. കാളക്കല്ലല്ലോ. കുണ്ടും കുഴിയുള്ള റോഡിലൂടെ ഈ പതിഞ്ഞ ടയറിട്ട ഈ വണ്ടി കിതച്ച് വലിച്ച് പത തുപ്പി ഈ കാളകള് ചങ്ക് പൊട്ടിച്ചാകും. കാളകൾക്ക് സുഖമാണോന്ന് ആരും ചോദിക്കാറില്ല. അതെന്താണ്? തങ്ങൾക്ക് വയ്യാതായി അവറ്റകൾ ആരോടും പറയാറുമില്ല. കഷ്ടമുണ്ട്. ആ വണ്ടിക്കാരന്റെ കയ്യിലിരിക്കുന്ന ചാട്ടയുടെ അടി പേടിച്ച് അവര് കിതച്ച് കിതച്ച് പത തുപ്പി വണ്ടി വലിച്ചുകൊണ്ടേയിരിക്കും. അതാ അതുങ്ങളുടെ നിയോഗം. അങ്ങനെയാണല്ലേ? എടോ, കുണ്ടും കുഴിയുള്ള റോഡ് നന്നാക്കിയിട്ട് വേണം ടയർ മാറ്റിയിടാൻ. മനസ്സിലായോ? അതിനിപ്പോ ആരെ ടയർ മാറ്റിയേ? തനിക്കും ആ കാളവണ്ടിക്കാരനും മനസ്സിലായില്ലെങ്കിലും ആ കാളകൾക്കെങ്കിലും മനസ്സിലായാ മതിയായിരുന്നു. വാ പോവാ. എന്തോരം തരുണി. അത് കൃഷ്ണദാസ് അല്ലേ? അതെ, കൃഷ്ണദാസേ. എന്നെ തന്നെയാണ്. ഇവർക്ക് സെൽഫി എടുക്കണം. വരൂ, എടുത്തോളൂ. എന്നെ തന്നെ എടുത്തോളൂ. ഞാനും കൂടെ. ചിരിക്കണോ? അടുത്തിന്നോളൂ. കുഴപ്പമില്ല, അടുത്തിന്നോ. നല്ല സുഖം. ഒന്നാക്കണെന്തിനാ? ഇഷ്ടംപോലെ എടുത്തോളൂ. ഇതാരത്? പുണ്യാളൻ എവിടെയായിരുന്നു? ഞാൻ നിയമവശങ്ങളെയും വകുപ്പുകളെയും ഒക്കെ പറ്റി കുറച്ച് ബുദ്ധിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. ജസ്റ്റ് ആൻ ഇന്റലിജന്റ്. കൊലച്ചിരിച്ചോണ്ടിരുന്നോ? അതെ, പുണ്യാളനും കൂടി ഇവിടെ വേണമായിരുന്നു. ഈ കൃഷ്ണദാസ് വക്കീല് എന്നെപ്പോലെ ഫേമസ് ആട്ടെ. എന്റെ കൂടെ എല്ലാവരും സെൽഫി എടുക്കണോ? നായകയാക്കാമെന്ന് ചോദിക്കുന്നു. കലാകാരൻ തന്നെ ആട്ടാ. എനിക്കതിങ്ങനെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും വളഞ്ഞു വെക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ നിന്റെ പരകായ പ്രവേശം ചീറ്റി പോയി എന്നാ ഞാൻ വിചാരിച്ചത്. പറഞ്ഞു. വാ, എവിടെയെങ്കിലും പോയി ഇരിക്കാം. ശരിയെന്ന്. അപ്പൊ വന്ന കാര്യം നടന്നില്ലല്ലോ. ഇന്നച്ചാ പറഞ്ഞോ, ആരെയൊക്കെയാ നീ കാണേണ്ടത്? പറയാം. മണിച്ചത്തായിലെ വില്ലത്തി, എന്റെ മോളല്ലി. ആരാ അല്ലിയോ? വില്ലത്തി നാഗവല്ലിയല്ലേ? എന്റെ പുണ്യാള. നാഗവല്ലിയും വിന്ധ്യാസാത്പുരൊന്നുമല്ല, അല്ലി. സിനിമാക്കഥയൊക്കെ സ്വർഗത്തിൽ ചെന്ന് പറഞ്ഞുതരാം.
ഒന്ന് കാണാൻ പറ്റൂ? പിന്നെന്താ, റീൽസ് ഉണ്ട്. തുമ്പി പെണ്ണേ വാവാ, തുമ്പച്ചോട്ടിൽ വാവാ. ഇങ്ങനെയൊക്കെ റീലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു? എന്തായാലും കൊള്ളാം, നല്ല കുട്ടി. നീ പറഞ്ഞോ ഇന്നച്ചാ, ആ ഒരുവിധം എല്ലാവരും റെഡിയാണ്. ആണ്. എന്നാ കുറച്ച് പാട്ടും ഡാൻസും കാണാൻ പറ്റൂ? ഡാൻസോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങി തിരിച്ചത്. തിരിച്ചു പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഏതായാലും ഇവിടം വരെ വന്നു, ഒന്ന് അർമാദിച്ചിട്ട് പോന്നേ. ചെന്നിട്ട് വല്ല തിരക്കൊന്നുമില്ലല്ലോ. എന്റെ ആഗ്രഹം സാധിച്ചു തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ട്. നീ തഞ്ചപ്പെട്. ദാ, പെരുമ്പാവൂർ ബാർ അസോസിയേഷന്റെ ആനുവൽ ഡേ ആണ് വരുന്നത്, ജൂൺ 22-ന്. സെർച്ച് ചെയ്താ കിട്ടൂന്നേ. മതി, ജൂൺ 22 കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യടാ മോനെ, എന്തേ? ഇപ്പോ ദേ ഇവിടെ കിട്ടും ജൂൺ 22-ലെ പ്രോഗ്രാം. നീ കണ്ടോ? ക്യാൻറ്റീൻ പൂട്ടാറായി. ഇനി ഇവിടെ ഇരുന്ന് സെർച്ച് ചെയ്താ ഇവന്മാര് നമ്മൾ ഓടിക്കും. അത് ശരിയാ, ഇനി വേറെ എവിടെയെങ്കിലും പോയിരിക്കാം. ആയിക്കോട്ടെ. നല്ല ആംബിയൻസ്, ഇവിടെ ഇരിക്കാം, സ്വസ്ഥം. അതെ അതെ, എന്തായാലും സംഭവം പൊളിച്ചണ്ടട്ടെ. എന്ത്? പാട്ടും ഡാൻസും പൊളിച്ചണ്ട്. എനിക്ക് അവരെ കാണാൻ പറ്റൂ. എന്റെ കൂടെ നടന്നിട്ട് ഞാൻ പോലും അറിയാതെ എന്നെ മാവിയിലേക്ക് മാറ്റിയില്ലേ എന്റെ ഗോപാലകൃഷ്ണൻ, ദിലീപേ. ഓ, ഇപ്പോഴാണ് ഈ സെൽഫി ഓട്ടോഗ്രാഫിന്റെ ഒക്കെ ഗുട്ടൻസ് പിടികിട്ടിയത്. മനസ്സിലായില്ലേ? നിന്റെ ഗോപാലകൃഷ്ണന്റെ മുഴുവൻ റീൽസും ചെയ്തിട്ടുള്ളത് അവനാ, ഇരിക്കുന്ന കൃഷ്ണദാസ്. ആണ്. വേണ്ടുവോളം ഉണ്ട്, കണ്ടു നോക്ക്. തന്നെ ഇങ്ങോട്ട് നോക്കട്ടെ. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. എന്ത്? എന്റെ ആഗ്രഹം സാധിച്ചു തരുന്ന കെയർ ഓഫില് പുണ്യാളൻ തീവണ്ടിയായിട്ട് മാറുമോ? അതിന് ഞാനിവിടെ പുണ്യാളനല്ലോ, പിന്നെ ഞാൻ ഗിരീഷല്ലേ. ഇതൊന്നും എന്റെ കുഴപ്പമല്ല. ഇവിടെ ചിലയിടങ്ങളിൽ ഒരു ആൽക്കഹോളിക് വെതറുണ്ട്. പുകവലി ഹാനികരം എന്നാ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോന്ന് നോക്കിയേ. എന്തോ കുനുകുനാന്ന് എഴുതിയിട്ടുണ്ട്. ആ, എന്നാൽ ഓക്കെ. അത് എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ സെർച്ച് ചെയ്തപ്പോ മാജിക് ഷോയും ഫാഷൻ ഷോയും ഒക്കെ ഉണ്ട്. വീൽസിന്റെ കൂടെ അതൊന്ന് കാണാൻ പറ്റൂ? ഫാഷൻ ഷോ ഞാൻ കണ്ടിട്ടില്ല. മാജിക് ഷോ പിന്നെ കർത്താവിന്റെ കൂടെ നടന്നപ്പോ കുറേ കണ്ടിട്ടുണ്ട്. പുണ്യാളിൽ എന്തൊക്കെ കാണാതിരിക്കുന്നു ഈ ലോകത്തില്? ആ വിറകുള്ളിന്ന് കളഞ്ഞ് എന്നിട്ട് ഇതൊന്നും നോക്കിയേ. ഇന്നച്ചോ, ഇങ്ങോട്ട് നോക്കിയേ. എന്താ പുണ്യാള? അതെ, എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നത്? എങ്ങനെ? നിന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോ ഈ ഭൂമിയിൽ കുറച്ച് വൈകി ജനിച്ചാ മതിയായിരുന്നു എന്ന്. ഞാനിവിടെ ജീവിച്ചിരുന്നപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? കുന്നംകുളം പ്രൈമറി സ്കൂളിന്. ഓ, അവന്റെ ഒരു തമാശ. എന്താ ഇന്നച്ചാ, നിനക്ക് ഇപ്പോഴും സന്തോഷമായില്ലേ? എന്താ ശരിക്കും നിന്റെ പ്രശ്നം? നമ്മൾ പോവാറായി അല്ലേ? പിന്നെ നമ്മൾ പോണ്ടേ? പോകണം. എന്നേക്ക് ആരോർത്തിരിക്കാൻ? കുറേ നാള് കാണാതിരുന്ന എല്ലാവരും മറക്കും. ഞാൻ ഇവരെ ഓർത്തിരിക്കുന്ന പോലെ എന്നെ ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ട്? അവരുടെ ഹൃദയത്തിലൊന്നും ഞാൻ ഉണ്ടാവില്ല. അത് പിന്നെ പ്രകൃതി നിയമമാണ് ഇന്നച്ചാ. ഓരോ മനുഷ്യജന്മത്തിനും ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു ദൗത്യവുമുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടാൻ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. അത് വിനിയോഗിച്ചാൽ മനുഷ്യഹൃദയങ്ങളിൽ നിന്നും അവരെ പറിച്ചു മാറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും വിഫലമാവുകയുള്ളൂ. എത്രയെത്ര ഉദാഹരണങ്ങൾ! എന്നും പള്ളിയിൽ പോയതുകൊണ്ടോ ഗംഗയിൽ പോയി മുങ്ങി പൊങ്ങിയതുകൊണ്ടോ 5 നേരം നിസ്കരിച്ചതുകൊണ്ടോ ഒന്നുമായില്ല. കർമ്മം കൊണ്ടാണ് ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. പുണ്യാളെ, ഇപ്പൊ ഈ നെഞ്ചിന്റെ ഈ ഭാഗത്ത്
ഒരു കുളിരൊക്കെ തോന്നണ്ട് ട്ടേ. കിട്ടിയ വൈബ് കളയണ്ട. നിന്റെ കൂടെ കൂടിയിട്ട് എനിക്കിപ്പോ ഒരു സിനിമ കാണാനൊക്കെ തോന്നുന്നു. ഈ ആവേശം കെട്ടടങ്ങുന്നതിന് മുമ്പ് ആവേശം തന്നെ കാണാം. എന്നാ നമുക്ക് ചികുവിനെയും കൂട്ടാം. അതാരാ? ചിത്രഗുപ്തനെ. ആ, ഓ. എല്ലാവരെയും വിളിക്കണം. സ്വർഗത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനമായി. ആ വാ സാറേ, ലിഫ്റ്റ് വന്നു. ഈ വക്കീലന്മാരെല്ലാരും കൂടെ പോരുവാണോ? നിക്ക്. എന്തു പറ്റി? ഇതിലൊരാള് അല്ലെങ്കിൽ രണ്ടുപേര്, അതിൽ കൂടുതൽ കൊള്ളൂല. ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ പെട്ടുപോകും. പിന്നെ ഫയർഫോഴ്സ് വരണം. നിങ്ങളുടെയൊക്കെ കേസ് വിളിക്കുമ്പോൾ ഞാൻ വരാം. എല്ലാവരെയും കൊണ്ടുപോകാം. ഇപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഓക്കെ. എല്ലാവർക്കും ടാറ്റ.